ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അഹങ്കാരം എന്നുള്ളത് എല്ലാ മനുഷ്യരിലുമുണ്ട്, ഞാൻ ഉൾപ്പെടെ എല്ലാവരിലുമുണ്ട്. എന്നാണെന്നറിയോ, ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ നേരിടാൻ പോകുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് അധികം ചിന്തയില്ലാത്തതുകൊണ്ടാണ്. ഈ ഭൂമി ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും മരിച്ചിട്ടുണ്ട്, അല്ലേ? ഏറ്റവും കൂടുതൽ ആയുസുള്ളവർ 100 വയസ്സ് അല്ലെങ്കിൽ 125 വയസ്സൊക്കെ അല്ലേ, അങ്ങനെ അപൂർവം ചിലരല്ലേ റിപ്പോർട്ട് ചെയ്യുള്ളൂ. ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 70 വർഷം 80 വർഷം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ 70കളിലായിരിക്കാം, 80കളിലായിരിക്കാം, 50കളിലായിരിക്കാം. എങ്ങനെയാണെങ്കിൽ കൂടിയും നമ്മൾ ചിന്തിച്ചേക്കാം, നമുക്കിനി ബാക്കിയുള്ള സമയങ്ങൾ എത്രയുണ്ട്? വളരെ നിസ്സാരവും. ആ വിധത്തിൽ കണക്ക് കൂട്ടുമ്പോൾ, അതായത് ശരാശരി ആയുസ് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 70 വർഷം അല്ലെങ്കിൽ 80 വർഷം ആ രീതിയിൽ. അതല്ല, ഇതൊന്നുമല്ലാതെ അകാലത്തിൽ ആളുകൾ ചുമ്മാ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. അറ്റാക്ക് വരാം, ആക്സിഡന്റുകൾ സംഭവിക്കാം, അല്ലേ? ഏത് നിമിഷം സംഭവിക്കാം. അതൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്ന സംഗതികളല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ വിലയിരുത്തി എല്ലാവരുമായിട്ട് സമാധാന ബന്ധത്തിൽ പോകുന്നതല്ലേ നല്ലത്. ഇപ്പോൾ നമ്മൾ ഒരാളായിട്ട് നമുക്ക് പിണക്കങ്ങളുണ്ട്, അതല്ലെങ്കിൽ ശത്രുതയുണ്ട്, നമ്മളെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അപ്പോൾ അതങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നു. എന്തായിരിക്കും അനന്തരഫലം? അതല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ മരണത്തോട് മല്ലടിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ഓർമ്മശക്തി നശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും, അയ്യോ അങ്ങനെ പലരുമായിട്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് പരിഹരിക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ചാൽ അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണല്ലോ സംഭവിക്കാൻ മേലേ. എന്തോരം ആളുകൾക്ക് അതെല്ലാം സംഭവിക്കും. അപ്പം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രസന്റ് കണ്ടീഷനിൽ എങ്ങനെ ആയിരിക്കേണ്ടതുണ്ട് എന്നുള്ള സബ്ജക്റ്റാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. വഴക്കും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് ശത്രുതാ മനോഭാവത്തിൽ നമ്മുടെ ഉള്ള ജീവിതം നശിപ്പിക്കണം. വിട്ടുവീഴ്ച മനോഭാവവും സ്നേഹവും പ്രകടമാക്കിക്കൊണ്ട് എല്ലാവരുമായിട്ട് യോജിപ്പിൽ സന്തോഷത്തിൽ പോകുന്നതല്ലേ നല്ലത്. ഒരു സംഗതി ശരിയാണ്, നമുക്ക് അങ്ങനെയുള്ള ചില സ്വഭാവവിശേഷമുള്ളതുപോലെ മറ്റുള്ളവരിലുണ്ട്. അതുകൊണ്ട് അവർ മാറ്റം വരുത്തട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കവിഞ്ഞ് നല്ലത് നമ്മൾ സ്വയമായിട്ട് മാറ്റം വരുത്തുന്നതല്ലേ നല്ലത്, അല്ലേ? പുകവലിയുടെ ശീലം ഒഴിവാക്കാൻ തക്കവണ്ണം വീടി ഉണ്ടാക്കുന്ന കമ്പനിക്കാർ അല്ലെങ്കിൽ സിഗരറ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്കാർ കമ്പനി നിർത്തട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. സ്വയം തീരുമാനമെടുത്ത് നമ്മൾ തന്നെ സിഗരറ്റ് വലി ഉപേക്ഷിക്കുന്നതായിരിക്കുമോ? അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ നന്നാക്കിയിട്ട് അതാണ് പ്രശ്ന പരിഹാരം എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നതല്ലേ നല്ലത്. അതാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, അതല്ലേ നല്ലത്, അല്ലേ? പകയും പിണക്കവും ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തിയാൽ നമുക്ക് സമാധാനം ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ശേഷിക്കുന്ന കാലം നല്ല വിധത്തിൽ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സന്തോഷത്തിലും, അതല്ലേ നമുക്ക് മനസ്സിന് കൂടുതൽ സ്വസ്ഥതയും സമാധാനവും നൽകിത്തരുന്നത്. അതാണ് വേണ്ടത് വാസ്തവത്തിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതം. അപ്പോൾ നമ്മൾ ഇതില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള ആയുസിനെ കുറിച്ച് ചിന്തയില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ പ്രസന്റ് കണ്ടീഷനിലുള്ള നമ്മളുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും വർഷങ്ങളോളം നമ്മളിങ്ങനെ ജീവിച്ചിരിക്കും, ഒരെങ്കിലും മരിക്കുന്ന ആളല്ല എന്നുള്ള ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത്. മറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചേ, നമുക്ക് ഇനി ബാക്കി എത്രയുണ്ട് നോർമൽ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 70-80 വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനി എത്ര വയസ്സുണ്ട് ബാക്കിയുണ്ട്. അതല്ല, അതുകൂടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിക്കാം, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കാം. ഇങ്ങനെയുള്ള പല സംഗതികളും നമുക്ക് നേരിട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു നിമിഷം പോലും വൈകാതെ എല്ലാവരുമായിട്ട് സമാധാന ബന്ധം കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത്, അല്ലേ? എല്ലാവരുടെയും ശത്രുത പിടിച്ചു പറ്റിക്കൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്, അല്ലേ? അയൽവക്കക്കാരുടെ ശത്രുത, നാട്ടുകാരുടെ ശത്രുത എല്ലാം ആയിട്ട് നമ്മളങ്ങനെ ജീവിച്ച് മരിച്ചുകൊണ്ട് എന്നാ പ്രയോജനമുള്ളത്? ചിന്തിച്ചു നോക്കിയേ. അതല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. അതുകൊണ്ട് എല്ലാവരുമായിട്ട് സമാധാനത്തിൽ പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ശകലങ്ങൾ പ്രദാനം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.